എല്ലാവർക്കും നമസ്കാരം. സമ്പന്നനാകാൻ എന്താണ് വേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ച് ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഞാനൊരു ചോദ്യം സദസ്സിലുള്ളവരോട് ചോദിച്ചു. ചോദ്യം ഇതാണ്: പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. ഭൂരിഭാഗം ആളുകളും പറഞ്ഞ ഉത്തരം നെഗറ്റീവായിരുന്നു. അതായത് പണം ഒരു പ്രശ്നക്കാരനാണ്, ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും, അത് ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ തിക്താനുഭവങ്ങൾക്ക് ഇടയാക്കും, ആവശ്യത്തിനൊക്കെ കൊള്ളാം, കൂടുതൽ പണത്തെ ആശ്രയിക്കരുത്, എന്താ പറയേണ്ടത്, ഇങ്ങനെ തുടങ്ങി പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് കമന്റ്സിന്റെ ശരവർഷമായിരുന്നു. അവരുടെയൊക്കെ കാഴ്ചപ്പാട് ഇങ്ങനെയാവാൻ കാരണം എന്താണ്? ഇപ്പൊ കുഞ്ഞുനാൾ മുതൽ നമ്മൾ പണത്തെക്കുറിച്ച് കേട്ടത് നെഗറ്റീവായ വാചകങ്ങളായിരുന്നു. കുട്ടിക്കാലത്ത് നമ്മൾ വീട്ടുകാർ പറയുന്നത് കേട്ടിട്ടുണ്ടാകും. അതായത്, ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, ഇതിന്റെ വില അറിയണമെങ്കിൽ, ഇത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ നീ വലുതാകണം. ഇങ്ങനെ പണത്തെക്കുറിച്ച് അത് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് മാത്രം നേടാൻ കഴിയുന്ന ഒന്നാണ് എന്ന തെറ്റായ ബ്ലൂ പ്രിന്റ് അവർ നമ്മളിൽ ഉണ്ടാക്കി തന്നു. അപ്പോൾ അതുപോലെ അവർ പറയുന്ന മറ്റു ചില കാര്യങ്ങളാണ്: അധികമായാൽ അമൃതം വിഷം, അതുകൊണ്ട് അധികം പൈസയൊന്നും ഉണ്ടാക്കണ്ട, ജീവിക്കാനുള്ളതൊക്കെ മതി. ഇവിടെ പണം കായ്ക്കുന്ന മരം ഒന്നുമില്ല, അത് ചിലപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ വേണം വാങ്ങിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കളറോ അങ്ങനെയൊക്കെ വാങ്ങിക്കണം എന്ന് പറയുമ്പോഴേക്കും പറയാ, അതായത് ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല, നീ ചോദിക്കുമ്പോൾ എടുത്തു തരാൻ എന്ന് തുടങ്ങി. പണത്തെക്കുറിച്ച് കുട്ടിക്കാലത്ത് നാം കേട്ടതും ഒക്കെയും നെഗറ്റീവായ വാചകങ്ങളായിരുന്നു. ഈ നെഗറ്റീവായ ബ്ലൂ പ്രിന്റ് ഇന്നും നമ്മുടെ ഉപബോധ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അത് വെച്ചാണ് നമ്മൾ പണത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പണത്തെക്കുറിച്ചുള്ള ഈ നെഗറ്റീവ് ബ്ലൂ പ്രിന്റ് പണത്തിന്റെ നമ്മളിലേക്കുള്ള ഒഴുക്കിനെ തടഞ്ഞു നിർത്തുന്നു. ഈ നെഗറ്റീവ് ബ്ലൂ പ്രിന്റിനെ എങ്ങനെ നമുക്ക് മാറ്റാം? പണം നമ്മളിലേക്ക് എപ്പോഴും ഒഴുകി വരട്ടെ. പണം വളരെ നല്ലതാണ്. പണത്തെക്കുറിച്ചുള്ള പോസിറ്റീവായ ചിന്തകൾ മാത്രം ഈ നിമിഷം മുതൽ നിങ്ങൾ സൂക്ഷിക്കുക. നമുക്ക് വേണ്ട പണം കിട്ടിക്കഴിഞ്ഞാലും ആ ഒഴുക്ക് നിൽക്കാതെ വീണ്ടും പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടട്ടെ. ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വരുന്നവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഫാമിലി ഇഷ്യൂ ആണോ നിങ്ങളുടെ പ്രോബ്ലം, വേറെ എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളാണോ, അതോ ക്യാഷിന് വേണ്ടിയാണോ, എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഏയ് ക്യാഷൊക്കെ എനിക്ക് ആവശ്യത്തിനുണ്ട്, അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന്. ശരിക്കും നമ്മൾ അങ്ങനെ പോലും പറയാൻ പാടില്ല. ആ പറയുന്നതിന്റെ അർത്ഥം ഇനി എനിക്ക് ക്യാഷ് വേണ്ട എന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, പണം നിങ്ങളിലേക്ക് വീണ്ടും ഒഴുകി വരട്ടെ. നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷേ ധാരാളം പണം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചുറ്റും പണമില്ലാത്ത, വിഷമവും കഷ്ടതയും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാം വേണ്ടത് നൽകാൻ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു അവസരമാണെങ്കിലോ? ഇങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചേ. അടുത്തതായി, പണത്തിന്റെ മൂല്യം അറിഞ്ഞ് പെരുമാറുക എന്നുള്ളതാണ്. കുഞ്ഞുനാൾ മുതൽ നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പണം എത്രമാത്രം നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് ഓർത്തു നോക്കൂ. വിദ്യാഭ്യാസത്തിന്, ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, സകല കാര്യങ്ങളിലും പണം എന്നും നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ. അങ്ങനെയുള്ള പണത്തിന് അർഹിക്കുന്ന മൂല്യം നമ്മൾ കൊടുക്കാറുണ്ടോ? പലരും വീട്ടിലെ ജലനിന് മുകളിലോ TV സ്റ്റാൻഡിനോ അല്ലെ ഫ്രിഡ്ജിന്റെ ഒക്കെ മുകളിലോ ഒക്കെ പണം സൂക്ഷിക്കാറുണ്ട്. പണം ഇങ്ങനെ അലക്ഷ്യമായി വെക്കുന്നത് തീർത്തും തെറ്റായ കാര്യമാണ്. അതൊരിക്കലും ചെയ്യാതിരിക്കുക. കാരണം പണം കയ്യിൽ ഇല്ലാത്ത അവസ്ഥയിൽ ഈ ഒരു ലോകത്ത് നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ പണത്തിന്റെ മൂല്യം മനസ്സിലാക്കുക. പണത്തെ ഈശ്വരന്റെ പ്രസാദമാണ് എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കണം. പണത്തിന് വേണ്ടത്ര മൂല്യം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. അടുത്ത കാര്യം, നമ്മുടെ മുൻപിൽ കൈ നീട്ടുന്നവരോട് ഉദാര സമീപനം കാണിക്കുക എന്നതാണ്. അതായത് നമ്മളോട് സഹായം ചോദിക്കുന്ന, നമ്മുടെ കീഴെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളോട് സഹാനുഭൂതി കാണിക്കുക. ഒപ്പം മനസ്സിൽ പണത്തിനോട് നന്ദിയുടെ ഭാവം ഉണ്ടാക്കിയെടുക്കുക. നമ്മളിൽ പലരും നമുക്ക് കിട്ടുന്ന ശമ്പളം വളരെ ചെറുതാണ് എന്ന് വിചാരിക്കും. എനിക്ക് 10,000 രൂപയെ കിട്ടുന്നുള്ളൂ, ഇത് വെച്ച് എന്ത് ചെയ്യാനാ, ഒരു കാര്യവും നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പണത്തിന് നേരെ നമ്മൾ പരാതിയുടെ ഒരു ഭാണ്ഡം തന്നെ അഴിച്ചുവിടുകയാണ് പതിവ്. അതായത്, ഒരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ ബില്ലിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ KCBയിൽ ഒരു ബില്ല് കിട്ടിയെന്ന് വിചാരിക്കുക, എന്തൊക്കെ പരിഭവങ്ങളും പരാതികളുമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എവിടെ നോക്കിയാണ് ഇവര് ബില്ലടിച്ചിരിക്കുന്നത് തുടങ്ങി എക്സെട്ര, എങ്ങനെ പരാതികൾ ഒരുപാടുണ്ടാകും. എൻ്റെ വീട്ടിലാണെങ്കിലും
മുൻപൊക്കെ അച്ഛനൊക്കെ പറയാറുണ്ടായിരുന്നു, ഷോ ഇവരെവിടെ നോക്കിയാണ് ബില്ലിട്ടത്, ഈ മാസം ഇത്രയൊന്നും നമ്മൾ കറണ്ട് ഉപയോഗിച്ചില്ലല്ലോ, ഇനിയിപ്പോൾ മീറ്ററിന് വല്ല കംപ്ലൈന്റും ആണോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന ഒരു സർവീസിന് നമ്മൾ നന്ദി പറയേണ്ട സ്ഥാനത്ത് നമ്മൾ ആ കറണ്ടിന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നിഷേധാത്മകമായിട്ട് ആ ഒരു ഭാവമാണ് നമ്മുടെ ഉള്ളിൽ നിന്നും അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിഷേധാത്മകമായിട്ടുള്ള എനർജി ഒരിക്കലും പണം നിങ്ങളിലേക്ക് ഒഴുകി വരാൻ സഹായിക്കില്ല. അങ്ങനെ തുടങ്ങി നിരവധി പരിഭവങ്ങൾ നമുക്കൊക്കെ പറയാനുണ്ടാകും. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പരാതി പറയുന്നത്? പക്ഷെ നമ്മൾ അറിയുന്നില്ല, ഈ പരാതികളെല്ലാം ഭാവിയിൽ നമ്മളിലേക്കുള്ള പണത്തിന്റെ ഒഴുക്കിനെ തടസ്സം നിൽക്കുന്നു എന്ന കാര്യം. ഒരു ദിവസം കറണ്ട് അങ്ങ് പോയി എന്ന് വിചാരിക്കാം, എവിടെയോ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചു, അങ്ങനെയായിരിക്കും കറണ്ട് പോയെന്ന് വിചാരിക്കുക നിങ്ങൾ. ഇനി ഒരാഴ്ച കറണ്ട് ഇല്ല എന്ന് വിചാരിക്കൂ, എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? അപ്പം നമ്മൾ അറിയും ഈ കറണ്ട് എത്ര വലിയ മഹാനായിരുന്നു എന്ന്. ഇനി അതൊന്നും വേണ്ട, ഇപ്പൊ നമ്മളൊരു ചൂടുകാലം കഴിഞ്ഞു, ഈ ചൂടുകാലത്ത് രാത്രി ഒരു മണിക്കൂർ പോട്ടെ, ഒരു 5 മിനിറ്റ് കറണ്ട് അങ്ങ് പോയി എന്ന് വിചാരിക്കുക. ഫാൻ, AC, ലൈറ്റ് എല്ലാം പോയി. ഒരു മണിക്കൂർ കഴിഞ്ഞ് കറണ്ട് വരുമ്പോൾ നമ്മൾ എത്രമാത്രം സന്തോഷിക്കും. നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും ഈ ഒരു സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ കാര്യത്തിനും അതിൻ്റെതായ മൂല്യം കൊടുക്കുക. ഒരിക്കലും പണം നെഗറ്റീവാണെന്നോ പണം വേണ്ട എന്നോ പറയാതിരിക്കുക. നിങ്ങൾ ഒരു പക്ഷേ സമ്പന്നൻ അല്ലെങ്കിലും നിങ്ങൾ സ്വയം സമ്പന്നനാണ് എന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കുക. തീർച്ചയായിട്ടും ആ തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ അപ്രതീക്ഷിതമായ വഴികളിലൂടെ പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.